والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയും നബിയെ കാണാൻ കഴിയുകയും മുസ്ലിമായി മരണപ്പെടുകയും ചെയ്തവർ, അവരാണ് റസൂലുള്ളാഹിയുടെ അനുചരന്മാർ. അവരെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, അബൂ അബ്ദില്ല അംർ ഇബ്നുൽ ആസ്, അദ്ദേഹം ഖുറൈശിയാണ്. ഹിജ്റയുടെ 47 വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഖുറൈശികളിലെ അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. അറബികളിലെ ബുദ്ധിജീവി എന്ന് അറിയപ്പെട്ടിരുന്ന, ഏതൊരു വിഷയത്തിലും ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ, അവസരോചിതമായി ഇടപെടാൻ, നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിനൊക്കെ കഴിഞ്ഞിരുന്ന, അറബികൾ ആശ്രയിച്ചിരുന്ന വ്യക്തിയായിരുന്നു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. ഉപ്പ അൽ ആസ് ബിൻ വായിൽ, അദ്ദേഹം മുശ്രിക്കായിരുന്നു. ഷിർക്കിൽ ശക്തിയായി നിലകൊള്ളുകയും ഇസ്ലാമിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല തുടക്കത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു. പിന്നീട് അംർ റളിയല്ലാഹു തആലയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇസ്ലാമിൻ്റെ പ്രകാശം നൽകി. അദ്ദേഹം മുസ്ലിമായി, ഉപ്പ ഷിർക്കിലായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്തു. അള്ളാഹുവാണ് ഈ വെളിച്ചം അവൻ ഉദ്ദേശിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. മകന് ഇസ്ലാമിനെ കണ്ടെത്താൻ അവസരം ലഭിച്ചു, ഉപ്പാക്ക് അത് ലഭിക്കുകയും ചെയ്തില്ല. ഉമ്മ സൽമയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുണ്ട്, ഉഹദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തുണ്ട്, ഖന്തക്കിൽ ശത്രുപക്ഷത്തുണ്ട്. അങ്ങനെ വളരെ പ്രസിദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങളിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിർപക്ഷത്ത് നില ഉറപ്പിച്ച വ്യക്തിയായിരുന്നു മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. ഹുദൈബിയക്ക് ശേഷം മക്ക വിജയത്തിൻ്റെ മുൻപായിക്കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അതിനൊരു കാരണം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നജ്ജാഷിയുടെ അരികിലേക്ക് പോകുന്നു. അബസീനിയയിലെ ഭരണാധികാരികൾ അവർ നജ്ജാഷി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്നത്തെ നജ്ജാഷിയുടെ യഥാർത്ഥ പേര് അസ്ഹുമ എന്നതാണ്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. റജുലുൻ സ്വാലിഹ്, സ്വാലിഹായ വ്യക്തി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച വ്യക്തി കൂടെയാണ് ഈ നജ്ജാഷി. നജ്ജാഷിയെ കാണാൻ അബസീനയിലേക്ക് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പോകുന്നു. അറബികൾക്കിടയിൽ പ്രസിദ്ധമായ ഭക്ഷണങ്ങൾ, കറികൾ, അങ്ങനെ വിഭവസമൃദ്ധമായ വിഭവങ്ങൾ തയ്യാറാക്കി അത് സമ്മാനമായി നജ്ജാഷിക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പുറപ്പെടുന്നത്. അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ നജ്ജാഷിയുടെ അരികിലെത്തുന്നു. അന്ന് ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കൾ അബസീനിയയിൽ കഴിയുകയാണ്. റസൂലുള്ളാഹിയും സ്വഹാബത്തും മദീനയിലേക്ക്, യസ്രിബിലേക്ക് ഹിജ്റ വന്നപ്പോഴും ചില സ്വഹാബത്ത് അബസീനയിൽ തന്നെയാണ് കഴിഞ്ഞത്. ആദ്യം ഹിജ്റ പോയവരിൽ പെട്ട ചില ആളുകൾ, അതിൽ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സഹായിയായിക്കൊണ്ട് അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടേക്ക് പറഞ്ഞയച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല നജ്ജാഷിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ കാണുകയാണ്. അങ്ങനെ നജ്ജാഷിയുടെ മുന്നിൽ അവർ കൊണ്ടുവന്ന ഭക്ഷണപ്പൊതികൾ, കറികൾ, വിഭവസമൃദ്ധമായ വിഭവങ്ങൾ, അത് നജ്ജാഷിയുടെ മുന്നിൽ വെക്കുകയാണ്. നജ്ജാഷി അത് കഴിച്ചു. രുചി അദ്ദേഹത്തിന് നന്നായി ഇഷ്ടപ്പെട്ടു.
അവരെ മാന്യമായി അതിഥികളെ സ്വീകരിച്ചു. പിന്നീട് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല നജാഷിയോട് ചോദിക്കുന്നു, ഇതാ ഞങ്ങൾ വരുന്ന സമയത്ത് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയുണ്ടല്ലോ, അംർ ഇബ്നു ഉമയ്യ, അദ്ദേഹത്തെ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടു നൽകണം. നജാഷിയുടെ കീഴിൽ അഭയത്തിൽ കഴിയുകയാണവർ. സ്വഹാബാക്കൾക്ക് അഭയം നൽകിയിരിക്കുകയാണ് നജാഷി. അതിൽപ്പെട്ട സ്വഹാബിയെയാണ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടു നൽകിയാൽ അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കാൻ, വധിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല നജാഷിയോട് പറഞ്ഞു. നജാഷി ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളി. അംർ ബിൻ ആസിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, മൂസ പ്രവാചകന്റെ അരികിലേക്ക് വന്ന നാമൂസ്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ അനുചരന്മാരെ, അവരെ വധിക്കാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? ആ പ്രവാചകന്റെ ദൂതനെയാണോ നിങ്ങൾ വധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നജാഷി അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രഹരിച്ചു. എന്നിട്ട് ഒന്നുകൂടെ അദ്ദേഹം പറഞ്ഞു, ഫിർഔനിനെ മൂസ വിജയിച്ചതുപോലെ ഈ പ്രവാചകൻ ശത്രുക്കൾ അതിജയിക്കും. അതുകൊണ്ട് അംർ, താങ്കൾ എന്നെ അനുസരിക്കുക, ആ പ്രവാചകനെ പിൻപറ്റുകയും ചെയ്യുക എന്ന് നജാഷി അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു. അദ്ദേഹം മദീനയിലേക്ക് വന്നു. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല തിരിച്ചു മദീനയിലേക്ക് എത്തി, ഇസ്ലാം സ്വീകരിച്ചു. ആ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ കൂടെ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു തആല അൻഹു എന്നിവർ കൂടെ ഉണ്ടായിരുന്നു. ഹിജ്റയുടെ 8 മദീനയിൽ വന്നുകൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൈവലിച്ചു. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ, എനിക്കൊരു നിബന്ധനയുണ്ട്. എൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ, ജാഹിലിയത്തിൽ ഇസ്ലാമിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, ഒരുപാട് പാപങ്ങൾ വന്നുപോയിട്ടുണ്ട് നബിയെ. അതെനിക്ക് പൊറുക്കപ്പെടണം, എൻ്റെ പാപങ്ങൾ കഴുകി ശുദ്ധമാക്കണം. ആ ഒരു നിബന്ധന അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ അങ്ങയോട് വെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്ലാം ഒരാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ തകർത്ത് കളയും അംറേ. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പരിഗണിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളെല്ലാം മുസ്ലിമായി, അംർ ഇബ്നുൽ ആസും മുസ്ലിമായി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ എത്രമാത്രം മഹത്വം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം അറബികൾക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ്, മക്കയുടെ കരളാണ്. അവരുടെ നേതാക്കന്മാരിലെ ഏറ്റവും പ്രസിദ്ധനായ നേതാവാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഏറ്റവും മനോഹരമായി അദ്ദേഹത്തോട് പെരുമാറി. ആ പെരുമാറ്റം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ലോകത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് തന്നെയാണെന്ന്. ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹിയുടെ അരികിൽ വന്നിട്ട് ചോദിക്കാണ്, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് ഏറ്റവും പ്രിയങ്കരം ആരെയാണ്? ആ ചോദ്യത്തിനൊരു അർത്ഥമുണ്ട്. അദ്ദേഹം കരുതുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, അദ്ദേഹത്തോട് പെരുമാറിയപ്പോൾ, ആ പെരുമാറ്റം കണ്ട്, ആ സംസാരം കണ്ട് ലോകത്തെ ഏറ്റവും അധികം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുന്നത് തന്നെയാണെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ ആ ചോദ്യം റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയെയാണ്. അപ്പം അദ്ദേഹം കരുതാണ്, എന്നാൽ പുരുഷന്മാരിൽ ഞാനായിരിക്കും, സ്ത്രീകളിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്, പുരുഷന്മാരിൽ ഞാനായിരിക്കും. മിന റിജാൽ, പുരുഷന്മാരിൽ ആരാണ് അള്ളാഹുവിൻ്റെ റസൂലെ? അബൂഹ, ആയിഷയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ്. എന്നാൽ 2ാം സ്ഥാനം ഉണ്ടാകും. സുമ്മമൻ, പിന്നെ ആരാണ്? സുമ്മ ഉമറു, പിന്നീട് ഉമറാണ്.
പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ചോദ്യം നിർത്തി, ഒരുപക്ഷേ ഇനി അവസാനമാകുമോ എൻ്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്ന് കരുതി ഞാൻ ആ ചോദ്യം നിർത്തി. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിയുടെ പെരുമാറ്റം ജനങ്ങളുടെ ഹൃദയം തുറക്കുന്ന രൂപത്തിലായിരുന്നു. അവരുടെ ഹൃദയം തുറന്ന് ആ ഹൃദയത്തിനുള്ളിൽ ഒരു കൂടുകൂട്ടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞു. ഏതൊരാളെയും പരിഗണിക്കുന്ന, ഏതൊരാളോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച പ്രവാചകൻ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അദ്ദേഹമാണ് ഈജിപ്ത് വിജയിച്ചടക്കാനുള്ള കാരണം. ഉമർ റളിയല്ലാഹു തആല പിന്നീട് ഈജിപ്തിലെ ഗവർണറായി അദ്ദേഹത്തെ നിശ്ചയിച്ചു. ഈജിപ്തിൻ്റെ ചരിത്രം അംർ ബിൻ ആസ് റളിയല്ലാഹു തആലയുടെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി ഈജിപ്തിൻ്റെ ചരിത്രം എഴുതുക സാധ്യമല്ല. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല മരണപ്പെടുന്നതും ഈജിപ്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നതും അവിടെ തന്നെയാണ്. മരിക്കുന്ന സമയം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ മകൻ ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, ഉപ്പ, എന്താണ് എൻ്റെ ഉപ്പയുടെ അവസ്ഥ? മരണമെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വൈകാരികമായൊരു രംഗമാണ്. നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും വേണ്ട എന്ന്, ഒരു തുള്ളി വെള്ളത്തിനോട് പോലും നമുക്ക് കൊതിയില്ലാതായി തീരുന്ന, ദുനിയാവിൽ നമ്മൾ നേടിയതെല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന വൈകാരികമായൊരു നിമിഷമാണ് മരണം. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല പറയാണ്, മോനെ, ഉപ്പയുടെ മരണം ഈ ഒരു സമയം എന്താണ് ഉപ്പയുടെ അവസ്ഥ എന്നറിയോ? ഉപ്പയുടെ 2 ചുമലിലും പർവ്വതങ്ങൾ കെട്ടിത്തൂക്കിയതുപോലെയുണ്ട്. ഒരു കല്ല് നമ്മുടെ ശരീരത്തിൽ കെട്ടിത്തൂക്കിയാൽ ഒരു ചെറിയൊരു ഭാരം അത് തന്നെ എത്ര നേരം നമുക്ക് സഹിക്കാൻ കഴിയും? 2 പർവ്വതങ്ങൾ ചുമലിൽ കെട്ടിത്തൂക്കിയതുപോലെ ഭാരം അനുഭവിക്കുന്നുണ്ട്. ഉപ്പയുടെ ഉള്ളിൽ നിന്ന് മുൾച്ചെടികൾ കുത്തുന്നത് പോലെ ഉപ്പ അനുഭവിക്കുന്നുണ്ട്. ഒരു സൂചിക്കുഴയിലൂടെ ഒട്ടകം പുറത്തേക്ക് കടക്കുന്ന രൂപത്തിൽ ഉപ്പ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശം ഭൂമിയിൽ പതിച്ച് ആ ആകാശഭൂമികൾക്കിടയിൽ അംർ പെട്ടാലുള്ള അവസ്ഥയുണ്ടല്ലോ, അതാണ് ഉപ്പയുടെ അവസ്ഥ. നമുക്ക് ശ്വാസം, അതിനു പ്രയാസങ്ങളുണ്ടാകും. വരാൻ പോകുന്ന മരണത്തിനപ്പുറമുള്ള നിമിഷങ്ങളെക്കുറിച്ച് ആലോചിച്ച്, സുദീർഘമായ ഇനിയുള്ള യാത്രകളെക്കുറിച്ച് ആലോചിച്ചുള്ള പ്രയാസമായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക്. അവരൊക്കെ ഞങ്ങൾ ഒരുപാട് ചെയ്തു, ഒരുപാടായി, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് എന്ന് കരുതി ആരും തണലിൽ വിശ്രമിക്കാനിരുന്നിട്ടില്ല. നമ്മുടെ മുൻഗാമികൾ ആരും നമ്മൾ ഒരുപാട് ചെയ്തു, ഒരുപാട് പ്രവർത്തിച്ചു, ഇനി കുറച്ചു കാലം വിശ്രമിക്കട്ടെ, ഇനി യുവാക്കൾ ഇറങ്ങട്ടെ, ഞങ്ങളൊക്കെ വിശ്രമിക്കാൻ, അങ്ങനൊരു വിശ്രമം അവർക്കുണ്ടായിട്ടില്ല. നമ്മുടെ മുൻഗാമികൾ, അവരുടെ തീരുമാനം ഖബറിൽ വിശ്രമിക്കാനായിരുന്നു, മരണത്തിനപ്പുറം വിശ്രമിക്കാനായിരുന്നു. മരണത്തെ കണ്ടുമുട്ടുന്നതുവരെ വിയർപ്പു തുള്ളികളുമായി അവരല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവർ പരിശ്രമിച്ചു, അവർ പ്രയത്നിച്ചു. നമുക്കതിന് കഴിയണം പ്രിയമുള്ളവരെ. മരണം വരെ ഇബാദത്തുകൾ കൊണ്ട് ജീവിതം നിറക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന രംഗം പോലും പരീക്ഷണമാണ്. നമ്മുടെ ശരീരത്തിൽ വാളുകൊണ്ടുള്ള ഒരു വെട്ടേൽക്കുന്നതിനേക്കാൾ ഭീകരമാണ് മലക്കുൽ മൗത്തിനെ കാണുന്ന കാഴ്ച എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഹിജ്റയുടെ 43 മഹാനായ സ്വഹാബി മരണപ്പെട്ടു. 80-ലധികം വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നു. മരണസമയത്ത് അതിനു മുമ്പ് തൻ്റെ 2 ചുമൽ, ആ ചുമലുകൾ ചുമരിൻ്റെ നേരെയാക്കി, മുഖം ചുമരിൻ്റെ നേരെ തിരിച്ചുകൊണ്ട് അദ്ദേഹം കിടന്നു. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല കരയുകയാണ്. മകൻ ചോദിക്കുന്നു, ഉപ്പ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേക്ക് സന്തോഷ വാർത്തകൾ അറിയിച്ചിട്ടില്ലേ? അങ്ങ് എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഉടനെ മുഖം മകൻ്റെ നേരെ തിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഉപ്പയുടെ ജീവിതത്തിൽ, മോനെ, നിനക്കറിയുമോ, ഉപ്പ തയ്യാറാക്കി വെച്ചിട്ടുള്ളതിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദ് റസൂലുള്ളയുമാണ്. പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്.
3 ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടം, പ്രവാചകനോട് എന്നേക്കാൾ വെറുപ്പുള്ള മറ്റൊരാളുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിയോട് എന്നേക്കാൾ വെറുപ്പുള്ള വേറൊരാളുണ്ടായിരുന്നില്ല. അന്ന് മരിച്ചാൽ നരകത്തിലായിരുന്നല്ലോ. രണ്ടാമതൊരു ഘട്ടം എൻ്റെ ജീവിതത്തിൽ വന്നു. ഇസ്ലാമിനെ അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ നൽകി. അന്ന് ബഹുമാനം കൊണ്ട് എൻ്റെ പ്രവാചകനെ കണ്ണു നിറയെ നോക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ കണ്ണു തുറന്ന് പൂർണ്ണമായി എൻ്റെ നബിയെ കണ്ടിട്ടില്ല. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ സ്വർഗത്തെ ഞാൻ കൊതിക്കുകയാണ്. പിന്നീട് ഇതാ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു. അതിൽ അംറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ചുകൊണ്ടാണ് മഹാനായ സഹാബി പ്രയാസപ്പെടുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പ്രിയമുള്ളവരെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. പിന്നീട് അദ്ദേഹം വസിയത്തായി പറഞ്ഞു, ഞാൻ മരിച്ചാൽ മയ്യത്തിൻ്റെ പേരിൽ വിലപിക്കുന്നവർ എന്നെ അനുഗമിക്കരുത്. എനിക്ക് വേണ്ടി ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ, മുഹമ്മദ് ബിൻ അംർ, ഇവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ മക്കളാണ്. വളരെ ചുരുങ്ങിയ സമയമാണ് അംർ ബിൻ അസ് റളിയല്ലാഹു തൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞത്. അതിനപ്പുറത്ത് നീണ്ട് വിശാലമായി കിടക്കുന്നതാണ് നമ്മുടെ ഓരോ മുൻഗാമികളുടെയും ചരിത്രം. അവ കൂടുതൽ വിശദമായിക്കൊണ്ട് നമ്മൾ പഠിക്കുക. അള്ളാഹു പഠിച്ചതനുസരിച്ചുകൊണ്ട് അമലാക്കാൻ, അവരെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.